ഇനി തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ അപ്പം ചുട്ടെടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞാണ് വേണ്ടതെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഉൾവശമൊക്കെ നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈസ്റ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പലർക്കും വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. നമ്മൾ വീടുകളിലൊക്കെ ഇങ്ങനെയാണ് പലരും ചെയ്യുന്നത്. അറിയാത്തവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.